ഡോക്ടർ മോഹൻ വർഗീസ്, ഇതുവരെ പുറത്തു വരുന്ന വിവരങ്ങൾ പരിശോധിക്കുമ്പോൾ ഡൽഹിയിൽ നടന്ന സ്ഫോടനത്തിൻ്റെ യഥാർത്ഥ കാരണങ്ങൾ എന്താണ് എന്ന് താങ്കൾക്ക് വ്യക്തമാകുന്നുണ്ടോ? ഇപ്പോൾ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ ഇ മുഹമ്മദുമായി ഉള്ള ബന്ധത്തെക്കുറിച്ചും പലയിടങ്ങളിലും ഇതേപോലെ സ്ഫോടനം നടത്താൻ പദ്ധതിയിട്ടിരുന്ന തീവ്രവാദ സംഘടനയെക്കുറിച്ചും വെള്ളക്കോളർ ഭീകരവാദ ഗ്രൂപ്പുകളെക്കുറിച്ചുമൊക്കെയുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡൽഹിയിൽ ചെങ്കോട്ടയ്ക്ക് സമീപം പൊട്ടിത്തെറിച്ചത് ഒരു തീവ്രവാദ ആക്രമണ ശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായതാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളിൽ നിന്ന് ഭീകരബന്ധം എന്നത് വ്യക്തമാകുന്നുണ്ടോ? ഭീകരബന്ധമാണ് കൃത്യമായി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു കാഴ്ചപ്പാടിൽ കാണുന്നത്. അത് കഴിഞ്ഞ ദിവസം മന്ത്രിസഭയുടെ സുരക്ഷാ ഉപസമിതി യോഗം ചേർന്ന് കൃത്യമായി അത് ഭീകരാക്രമണം തന്നെയാണ്, ഭീകര സ്വഭാവമുള്ള ഒരു സ്ഫോടനമാണ് നടന്നത്. പക്ഷേ ആക്രമണം ഉദ്ദേശിച്ച സ്ഥലത്തോ ഉദ്ദേശിച്ച രീതിയിലോ ഉദ്ദേശിച്ച സമയത്തോ അല്ല നടന്നത് എന്നത് അതൊരു മിസ്ഹാപ്പ്, ഒരു ആക്സിഡൻറ്റ് എന്ന നിലയിലാണ് കാണുന്നത്. പക്ഷേ അതിൻ്റെ ഉള്ളറകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ രാജ്യവ്യാപകമായി ഭീതിയുടെ വിത്തുകൾ വിതയ്ക്കാൻ പര്യാപ്തമായ അനവധി സ്ഫോടനങ്ങളാണ് ആസൂത്രണം ചെയ്യപ്പെട്ടത് എന്ന ഒരു ചിന്തയാണ് ഇപ്പോൾ തിരിഞ്ഞു വരുന്നത്. അതായത് 2900 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ, ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് വെച്ച് ഏതാണ്ട് 32 കാറുകളാണ് ഓർഡർ ചെയ്തതായി കണ്ടെത്തിയിട്ടുള്ളത്. ഈ 32 കാറുകൾ എന്ന് പറഞ്ഞാൽ 32 വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 32 ഇടങ്ങളിൽ സ്ഫോടനം നടത്താനുള്ള പദ്ധതിയാണ്. ഇപ്പോൾ വെളിയിൽ വരുന്ന വിവരങ്ങൾ വിശ്വസിക്കാമെങ്കിൽ 4 മഹാനഗരങ്ങളിൽ പലയിടത്തായി 2 പേരടങ്ങുന്ന ടീം, അങ്ങനെ 2x4 8 പേരടങ്ങുന്ന ഒരു ക്രാക്ക് ടീം ആണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഇവിടെ ഇതിൻ്റെ രീതിശാസ്ത്രം, ഭീകരതയുടെ രീതിശാസ്ത്രം മാറുന്നു. ഇപ്പോൾ വൈറ്റ് കോളർ ടെറർ എന്ന പുതിയ സങ്കല്പം, അത് തീരെ പുതിയതൊന്നുമല്ല, നേരത്തെ തന്നെ ഉണ്ട്. 9/11 2001 തന്നെ യഥാർത്ഥത്തിൽ ടെക്നോക്രാറ്റുകളാണ്, ഈ വിമാനം പറത്താൻ കഴിവുള്ള പൈലറ്റ്സ് ഉൾപ്പെടെയാണ് ആക്രമണത്തിൽ പങ്കെടുത്തത് എന്ന് പറയുമ്പോൾ കൃത്യമായി ഇത് പുതിയൊരു സംഭവമാണെന്ന് പറയാനാവില്ല. പക്ഷേ ഇന്ത്യയിൽ അതൊരു പുതുമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയെങ്കിൽ പാകിസ്ഥാനിലോ മറ്റേതെങ്കിലും രാജ്യത്തോ മറഞ്ഞിരിക്കുന്ന ചില ശക്തികൾ, ഛിദ്രശക്തികൾ ഭാരതത്തെ ശിഥിലീകരിക്കാൻ വേണ്ടി ഇവിടെ സ്ലീപ്പർ സെല്ലുകൾ നിലനിർത്തി അവിടേക്ക് ഇൻഡോക്ട്രിനേഷനിലൂടെ വലിയ രീതിയിൽ മനസ്സുകളെ, ഈ ബുദ്ധിമാന്മാരെന്ന് പറയുന്ന അല്ലെങ്കിൽ വിദ്യാസമ്പന്നരെന്ന് പറയുന്ന ടെക്നിക്കലി സ്കിൽഡ് ആൻഡ് പ്രൊഫഷണലി എക്വിപ്ഡ് ആളുകളിലേക്ക് ഹൈ ലെവൽ ഓഫ് ഇൻഡോക്ട്രിനേഷൻ നടത്തിക്കൊണ്ട് അവരെ യുദ്ധസജ്ജരായി മാറ്റുകയാണ്, ആഭ്യന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിന്റെ സുരക്ഷാകാര്യ മന്ത്രിസഭാ സമിതി തന്നെ പറഞ്ഞത്, താങ്കൾ പറഞ്ഞതുപോലെ ഇതൊരു ഭീകര പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പൊട്ടിത്തെറിയൊക്കെ ഉണ്ടായിരിക്കുന്നത് എന്നാണ്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങൾ നോക്കുമ്പോൾ അൽ ഫലാഹ് സർവകലാശാലയിലെ 17-ാം നമ്പർ ഹോസ്റ്റൽ കെട്ടിടത്തിന്റെ 13-ാം നമ്പർ മുറിയിൽ അന്വേഷണ സംഘം അത് ഭീകരരുടെ ഒരു രഹസ്യ മീറ്റിങ്ങുകൾക്ക് അതിന്റെ കേന്ദ്രമായി പ്രവർത്തിച്ച ഇടമാണ് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഡോക്ടർ ഉമർ നബിയുടെയും മുസമിലിന്റെയും ഒക്കെ ഡയറി കുറിപ്പുകൾ അന്വേഷണ സംഘം കണ്ടെടുത്തപ്പോൾ നവംബർ 8 മുതൽ നവംബർ 12 വരെ വിവിധ ഇടങ്ങളിൽ ഈ സ്ഫോടനം നടത്താൻ, വിവിധ നഗരങ്ങളിൽ സ്ഫോടനം നടത്താൻ ഉദ്ദേശിച്ചിരുന്നതായുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരം. അതൊരു പ്രത്യേക കോഡ് ഭാഷയിലാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്നു. നമുക്കറിയാം, ഇന്ത്യക്കകത്ത് അസ്ഥിരതയുണ്ടാക്കാൻ, ജനജീവിതത്തെ ഈ തരത്തിൽ ദുരിതം വിതയ്ക്കാൻ ശ്രമിക്കുന്ന തീവ്രവാദ ആക്രമണങ്ങൾ ഉണ്ടായാൽ അതിന് അതിർത്തിക്ക് പുറത്തു നിന്ന് ആരുടെയെങ്കിലും പിന്തുണയുണ്ടെങ്കിൽ അതിനെ യുദ്ധമായി കണക്കാക്കും എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ എടുത്തിരിക്കുന്ന നയപരമായ നിലപാട്. ഇവിടെ നമുക്ക് 2 വിവരങ്ങളാണ് വരുന്നത്. ഒന്ന്, ഡോക്ടർ ഷഹീൻ മസൂദ് അസറുമായി അവരുടെ കുടുംബവുമായി ബന്ധമുണ്ടായിരുന്നു എന്ന ഒരു വിവരം. 2, ഈ തീവ്രവാദ ഇവർക്ക് ഭീകരർ തുർക്കി ഈ ബന്ധം ഇവരുടെ അന്വേഷിക്കണമെന്നുള്ള ആവശ്യം. പിന്നെ പലയിടങ്ങളിലായി ഇവർ ജെയ്ഷെ മുഹമ്മദിനെ പ്രകീർത്തിച്ചുകൊണ്ട് ഇട്ടിട്ടുള്ള പോസ്റ്റുകളുമൊക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാകിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജെയ്ഷെ മുഹമ്മദുമായുള്ള ബന്ധം ഇതോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് പാകിസ്ഥാൻ ഓപ്പറേറ്റഡ് അറ്റാക്കാണ് എന്ന നിലയിലായിരിക്കുമോ കേന്ദ്ര സർക്കാർ പരിഗണിക്കാൻ പോകുന്നത്? അങ്ങനെ താങ്കൾ കരുതുന്നുണ്ടോ? ആ രീതിയിലുള്ള പ്രഖ്യാപനം വരണം എങ്കിൽ ജയ്ഷെ മുഹമ്മദ് എന്ന പാക് കേന്ദ്രീകൃത കാശ്മീരിൽ പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയാണ് ഇതിൻ്റെ പിന്നിലെന്ന്
ശക്തമായ നിഗമനങ്ങളിൽ എത്തിയെങ്കിൽ മാത്രമേ ഇത് അതിർത്തി കടന്നു വരുന്ന ഭീകരതയുമായി ബന്ധിപ്പിക്കാനൊക്കെ. നോക്കൂ, ഇന്ത്യയുടെ നിലപാട് മാറിയിരിക്കുന്നു ഏതാനും വർഷങ്ങൾക്കുള്ളിൽ. അതായത് എനി ആക്ട് ഓഫ് ക്രോസ് ബോർഡർ ടെറർ വിൽ ബി ട്രീറ്റഡ് ആസ് ആൻ ആക്ട് ഓഫ് വാർ അഗൻസ്റ്റ് ഇന്ത്യ. ഏതെങ്കിലും രീതിയിൽ അതിർത്തി കടന്നുള്ള ഭീകരത, പാകിസ്ഥാനിൽ നിന്ന് വരുന്ന ഭീകരതയെ ഇനി ടോളറേറ്റ് ചെയ്യാനൊക്കില്ല. അത് പാകിസ്ഥാൻ ഇന്ത്യയെ ആക്രമിച്ചതായി കരുതിക്കൊണ്ട് തക്കതായ തിരിച്ചടി നൽകുക എന്നത്, അതിർത്തി കടന്നുകൊണ്ട് ചെന്ന് തിരിച്ചടി നൽകുക എന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് മുൻപ് തന്നെ വ്യക്തമായിട്ടുള്ള നയമാണ്. ഉറി ആക്രമണത്തിന് പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യ തെളിയിച്ചതാണ്. അതിനുശേഷം ഈ പഹൽഗാമിൽ ആക്രമണം നടക്കുന്നതിന് മുൻപ് പുൽവാമയിൽ നടന്ന ആക്രമണത്തിന് ബാലക്കോട്ടിൽ ഭാരതം തിരിച്ചടി നൽകിയത് കണ്ടതാണ്. അതുകൊണ്ട് ആ ഒരു നിലപാട് അവിടെ നിൽക്കുന്നു. ഇവിടെ എല്ലാ കണ്ണുകളും ഈ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക് കേന്ദ്രീകരിക്കുകയാണ്. ഹരിയാനയിലെ ഫരീദാബാദിലുള്ള അൽഫിലാൽ യൂണിവേഴ്സിറ്റിയുടെ 17-ാം നമ്പർ മുറി ഒരു കേന്ദ്രമാക്കി, ഒരു മോഡ്യൂളിൻ്റെ കേന്ദ്രമാക്കി വരികയാണ്, ഡോക്ടേഴ്സ് മോഡ്യൂൾ. ഈ മോഡ്യൂളിൽ ഒരു വനിതാ ഡോക്ടർ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഷാഹിദ ഷഹീൻ എന്ന് പറയുന്ന വനിതാ ഡോക്ടർ, അവരെ ഒരു അകന്ന ബന്ധു എന്ന നിലയിലാണ് കരുതപ്പെടുന്നത്. ജയ്ഷെ മുഹമ്മദിൻ്റെ ഫൗണ്ടർ മൗലാന മസൂദ് അസറിൻ്റെ ഒരു ബന്ധുവും, ഒരു പക്ഷേ ആ മസൂദ് അസറിൽ നിന്നും നേരിട്ട് തന്നെ കമാൻഡ് സ്വീകരിക്കുന്ന ഒരു വനിതാ സംഘത്തിൻ്റെ തലപ്പത്തും ഉള്ള ഒരു ലേഡി ഡോക്ടറാണ് ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുന്നത്. അതുമാത്രമല്ല, പുൽവാമ സ്വദേശികളായ 2 ഡോക്ടേഴ്സ് ഇപ്പോൾ പ്രധാനമായി ഈ സംശയിക്കുന്ന, അതായത് സ്ഫോടനത്തിൽ മരിച്ച ഡോക്ടറും മറ്റൊരു അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് മറ്റൊരു ഡോക്ടറും, രണ്ടുപേരും പുൽവാമ സ്വദേശികൾ. ഇപ്പോൾ 2 ഡോക്ടേഴ്സിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, ഒരാളെ കാൺപൂരിൽ നിന്നും ഒരാളെ കശ്മീരിൽ നിന്നും. അതെ, ഇവരെല്ലാം ഇന്ത്യൻ പൗരന്മാരാണെന്ന് ഓർക്കണം ശ്രീ ഗോപികൃഷ്ണൻ, എല്ലാം ഇന്ത്യൻ പൗരന്മാരാണ്. അതുകൊണ്ട് പുതിയ രീതിശാസ്ത്രമാണ് തീവ്രവാദികൾ, ഒരുപക്ഷെ ജയ്ഷെ മുഹമ്മദിന്റെ പുതിയ രീതിയാണ് ഇന്ത്യൻ പൗരന്മാരെ തന്നെ റിക്രൂട്ട് ചെയ്തുകൊണ്ട് ആദ്യ സ്റ്റേജിൽ ഇൻഡോക്ട്രിനേഷൻ ഡ്രൈവാണ്, പിന്നത്തെ സ്റ്റേജിൽ അവരെ കണ്ടെത്തുക, റിക്രൂട്ട് ചെയ്യുക, പിന്നെ അവരെ ആയുധമണിയിക്കുക, ആയുധങ്ങൾ, സ്ഫോടക വസ്തുക്കൾ ശേഖരിക്കുക, എന്നിട്ട് കൃത്യമായ ഇടങ്ങളിൽ നിരീക്ഷണം നടത്തുക, ടാർഗറ്റ് ഏരിയയിൽ നിരീക്ഷണം നടത്തുക, എന്നിട്ട് ഇവരെ കാറുകൾ വാങ്ങിച്ചുകൊണ്ട് അത് ഉപയോഗിച്ചുകൊണ്ട് ചാവേറുകളായും അല്ലാതെയും അത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കുക. കൃത്യമായ 3 ദിവസങ്ങൾ ഇവിടെ പ്രധാനപ്പെട്ട ദിവസങ്ങളായി മാറുകയാണ്. ഒന്ന് 25-ാം തീയതി, ഒരു സംശയത്തിൻ്റെ നിഴലിൽ തന്നെ 25-ാം തീയതി രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഒരു വലിയ ചടങ്ങ് നടക്കുന്നു. അതൊരു പക്ഷേ കേന്ദ്രമായി മാറിയേക്കാം. ഡിസംബർ 6 ബാബറി മസ്ജിദ് തകർന്ന ദിവസമാണ്. അന്ന് ഡൽഹി, ചെങ്കോട്ടയിലും മറ്റ് പ്രദേശങ്ങളിലും വലിയ ആക്രമണത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിരീക്ഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത്. പിന്നെ ജനുവരി 26 റിപ്പബ്ലിക് ദിനത്തിൽ രാഷ്ട്രത്തോടായി രാഷ്ട്രപതി അഭിസംബോധന ചെയ്യുന്ന സമയത്ത് രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിൽ സ്ഫോടനം നടത്തിക്കൊണ്ട് ഭീകരമായ ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുക. ഈ രീതിയിലാണ് സ്ഫോടക വസ്തുക്കളുടെ ശേഖരം. പക്ഷേ ഒരു ഫൈനൽ ബോംബിന്റെ രൂപത്തിലോ ഡിറ്റനേറ്റിംഗ് ഡിവൈസിന്റെ രൂപത്തിലോ അതെത്തിയില്ല എന്നതുകൊണ്ട് മുൻകൂട്ടി തന്നെ ഇത് ബസ്റ്റ് ചെയ്യാൻ നമ്മുടെ അന്വേഷണ ഏജൻസികൾ കഴിഞ്ഞു എന്നതുകൊണ്ട് സ്ഫോടനം വളരെ മാർജിനൽ ഇമ്പാക്ട് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ എന്ന് പറഞ്ഞാൽ അതിനെ തുച്ഛീകരിച്ച് കാണാനാവില്ല. കാരണം അണ്ടർലൈയിങ് ടെറർ ഈസ് വെരി മച്ച് എവിഡന്റ്. അതുകൊണ്ടാണ് പാകിസ്ഥാനുമായ ബന്ധം സ്ഥിരീകരിക്കാൻ കഴിഞ്ഞാൽ ഓപ്പറേഷൻ സിന്ദൂർ തുടരും എന്ന ഇന്ത്യയുടെ പ്രഖ്യാപനം നടപ്പാകുമോ? എല്ലാ കണ്ണുകളും ആ രീതിയിലാണ്. അതുകൊണ്ട് പാകിസ്ഥാന്റെ മണ്ണിലേക്ക് കയറി ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം വേവ്, അത് കഴിഞ്ഞ തവണ മുറിദ്ഖയിലും ബഹാവൽപൂരിലും ഒക്കെ നടത്താൻ സമാനമായ ആക്രമണങ്ങൾ ഒരിക്കൽ കൂടി ജയ്ഷെ മുഹമ്മദിൻ്റെയും ഹിസ്ബുൾ മുജാഹിദിൻ്റെയും ഹർക്കത്തുൽ മുജാഹിദിൻ്റെയും അതുപോലെ ലഷ്കർ ഇ തൊയ്ബയുടെയും എല്ലാം കേന്ദ്രങ്ങളിൽ ഒരിക്കൽ കൂടി ആക്രമണം നടക്കുമോ? സമാന്തരമായി പാകിസ്ഥാനിൽ വലിയ നീക്കങ്ങൾ നടക്കുന്നു. അസിം മുനീറിനെ അവിടെ ഫീൽഡ് മാർഷൽ അസിം മുനീറിന് ഒരു പടി കൂടി പ്രൊമോഷൻ കൊടുത്തുകൊണ്ട് സർവ്വ സൈന്യാധിപനാക്കി മാറ്റുന്നു. സിവിലിയൻ കൺട്രോളിൽ നിന്ന് ആർമിയെ പൂർണ്ണമായി മോചിപ്പിച്ചുകൊണ്ട് കരനാവിക വ്യോമസേനയുടെ ചുമതല അസിം മുനീറിന് നൽകുക വഴി യുദ്ധസജ്ജരായി പാകിസ്ഥാന്റെ സൈന്യം നിൽക്കുന്നു എന്ന പ്രതീതി കൂടിയാണ്. അതുകൊണ്ട് പാകിസ്ഥാൻ ഏത് നിമിഷവും ഇന്ത്യയിൽ നിന്നുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ 2ാം വേവ് പ്രതീക്ഷിക്കുന്നു എന്ന നിലയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇരു രാജ്യങ്ങളും ജാഗരൂകരായി ഇരിക്കുകയാണ്. പാകിസ്ഥാനിൽ തന്നെ ഒരു സ്ഫോടനമുണ്ടായി. ഇന്ത്യയിൽ സ്ഫോടനം നടന്ന് 24 മണിക്കൂറിനുള്ളിൽ പാകിസ്ഥാന്റെ തലസ്ഥാനമായ ഇസ്ലാമാബാദിലെ കോടതി സമുച്ചയത്തിന് മുമ്പിൽ ഒരു സ്ഫോടനം നടന്നു എന്ന് കൂടി ഓർക്കണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.